ഹലോ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം. കഥ എന്താണെന്ന് അറിയാം. അപ്പോൾ സച്ചിയുടെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്. അവർ രണ്ടും കൂടെ ഒരു ചെറിയൊരു വാക്ക് തർക്കത്തിലാവുന്നുണ്ട് ആദ്യം തന്നെ. അതായത് സച്ചി ഇങ്ങനെ പറയും, അവൻ്റെ കാശ് തരാനുള്ളത് അതിൻ്റെ ഏർപ്പാടൊന്നും കാണുന്നില്ലല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക, അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും നിങ്ങൾ നടത്തുന്നില്ലല്ലോ, കാശ് തരാൻ ഉദ്ദേശിച്ചില്ല, എനിക്ക് എൻ്റെ കാശ് വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയും, കാശിന് ഇത്രയും ആക്രാന്തമുള്ള ഒരുത്തൻ, കാശ് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ സച്ചി തിരിച്ചങ്ങോട്ടും പറയും, ഓ കാശിന് ഒട്ടും ആർത്തിയില്ലാത്തൊരു മോൻ എന്നൊക്കെ പറയും. നിൻ്റെ കയ്യിൽ തന്നെ കാശില്ലേ, നീ ഇപ്പം കൂട്ടിക്കൊണ്ട് നടക്കുന്ന പെണ്ണും നിന്നെ തേച്ചിട്ട് പോയി എന്ന് പറയുന്ന പെണ്ണും ഒന്നല്ലേ, കാശ് നിൻ്റെ കയ്യിൽ തന്നെ ഇല്ലേ എന്നിങ്ങനെ സച്ചിയുടെ ഡൗട്ട് അവൻ്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സാധാരണ കാമുകന്മാരൊക്കെ തേച്ചിട്ട് പോയ കാമുകന്മാരൊക്കെ ഒന്നിക്ക് താടി വളർത്തി അല്ലെങ്കിൽ സിക്സ് പാക്ക് ജിമ്മിൽ പോയി സിക്സ് പാക്ക് ആക്കും. നീ എനിക്ക് ഒരു കുലുക്കും ഇല്ലല്ലോടാ, അല്ലെങ്കിൽ പെൺകുട്ടികളോട് ഭയങ്കര ദേഷ്യമായിരിക്കും, എനിക്കിതൊന്നും ഇല്ലല്ലോ, ഇതിലെന്തോ ഒരു ചതി മണക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് എത്രയും പെട്ടെന്ന് കാശ് തരണമെന്ന് പറയും. നീ ഇങ്ങനെ പുതിയ ഷർട്ടും ഒക്കെ ഇട്ടിട്ട് എവിടെയാണ്, നീ എന്തായാലും ജോലി ചെയ്ത് എനിക്ക് പൈസ തരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചൂടാക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ പൊന്തിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രേവതിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, ഇവർ രണ്ടാളും കൂടെ അടി കഴിയുന്നു തോന്നിയപ്പോൾ രേവതി അച്ഛനെ വിളിച്ചു, അച്ഛാന്ന് വിളിച്ചു. രേവതി അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം കേട്ടോണ്ട്. എൻ്റെ ജീവിതം നീ കുട്ടിച്ചോറാക്കില്ല, തൊലച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി. അതൊന്നും രേവതിക്ക് അത്ര ഇഷ്ടമായില്ല, എന്നാലും അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ അടി കഴിയുന്നത് കണ്ടപ്പോൾ അച്ഛനെ വിളിച്ചു. അച്ഛനും അമ്മയും വന്നു, രണ്ടാളും വന്നു. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മോനൊരു സമാധാനം കൊടുക്കില്ലേ എന്ന് പറയുന്നുണ്ട്. സച്ചി നീ കുറച്ച് കൂടുതൽ കളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇത് ഇച്ചിരി കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമാധാനം തരാമല്ലോ എന്ന് സച്ചി പറയും, അതിന് എൻ്റെ കാശ് എനിക്ക് തരണം. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, തരുന്ന് പറഞ്ഞല്ലേ, പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തരുന്ന് പറയുന്നല്ലേ ഉള്ളൂ, അതിനുള്ള വഴികളൊന്നും നിങ്ങൾ നോക്കുന്നില്ലല്ലോ. ഇവൻ പെണ്ണിൻ്റെ കൂടെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതും കണ്ടു നിൽക്കണോ ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് സച്ചി ചോദിക്കും, ആ കുട്ടിക്ക് അറിയോ ഇവൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എന്ന് ചോദിക്കും. മുന്നേ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി പോയതൊക്കെ അറിയുമെന്ന് ചോദിക്കും. ആരും ഒന്നും മിണ്ടില്ല. അപ്പോൾ സച്ചിക്ക് മനസ്സിലാവും, ഓ അപ്പോൾ അറിയില്ല അല്ലേ, പറഞ്ഞില്ല അല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളം, ഇവൻ്റെ കളികളൊക്കെ വിലാസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോളം അച്ഛനും ഈ ചതിക്ക് കൂട്ടുനിന്നോ എന്ന് ചോദിക്കും അച്ഛനോട് അവൻ. അപ്പോൾ അച്ഛൻ പറയും, എനിക്കിതിൽ പങ്കൊന്നുമില്ല, ഇവരോടത് എനിക്ക് എല്ലാം തുറന്നു പറയാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം, പക്ഷേ ഇവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയും. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ട, ഞാനെല്ലാം പറഞ്ഞറിയിച്ചോളാം എന്നൊക്കെ പറയും. എന്നിട്ട് കല്യാണത്തിന് മുന്നേ എൻ്റെ കാശ് ഫുൾ തന്നില്ലെങ്കിൽ ഞാനെല്ലാം പുള്ളി തെറ്റാതെ ആ കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ സച്ചി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോവും. പിന്നെ രേവതിയും പോവും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അച്ഛനോട് പറയും, കേട്ടില്ലേ അവൻ പറഞ്ഞത്, ഇവൻ്റെ ജീവിതം അവൻ കുട്ടിച്ചോറാക്കുന്ന പറഞ്ഞേന്ന് പറയും. അപ്പോൾ നമ്മുടെ പ്രൊമോയിൽ കാണുന്ന ഡയലോഗ് തന്നെ, സത്യസന്ധമായി ജീവിച്ചു കഴിഞ്ഞാൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നടക്കാൻ നോക്കും, ആ കുട്ടിയോട് എല്ലാം പറയാൻ നോക്കുമെന്ന് ഇങ്ങനെ അച്ഛൻ പറയും. എന്നിട്ട് അതവിടെ കഴിയും. നമ്മുടെ ഭാമ ചേച്ചി നമ്മുടെ ചന്ദ്രമതിയെ വിളിക്കും. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയും. ശ്രുതിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതറിയില്ല, നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, സംസാരിക്കണം എന്ന് പറഞ്ഞു, അതേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി നേരെ ഭാമയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് ശ്രുതി എത്തിയില്ല അവിടെ. അപ്പോൾ എന്നിട്ട് ഇവർ രണ്ടാളും കൂടി സംസാരിക്കും. അതായത് സച്ചി ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം നടക്കില്ല, ശരിയാവില്ല, അവൻ്റെ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നില്ല, ഇങ്ങനെ ഭാമയോട് പറയും, എങ്ങനെയെങ്കിലും അവൻ മാറ്റണം, അല്ല എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഭാമ പറയും, ഒരു വളഞ്ഞ വഴിയുണ്ടെന്ന് പറയും. സംഭവം എന്ന് വെച്ചാൽ ഇവരെ സച്ചിയെ കുറച്ച് ദിവസം ഇവിടുന്ന് മാറ്റി നിർത്തിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി ആദ്യം പറയും, പിന്നെ അത് നീ മാറ്റി വെച്ചേക്ക്, ഞാൻ പോയിട്ട് അവനോട് ഇങ്ങനെ കുറച്ച് ദിവസം നീ മാറി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുസരിച്ചേനെ, അതൊന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ മാമ പറയും, നീ വെറുതെ തോക്കിക്കേറി വഴി വെക്കാതെ എന്ന് പറയും. അതായത് അച്ഛമ്മയുടെ അടുത്തേക്ക് ഇവർ രണ്ടാളും കൂടെ ഭയങ്കര പ്രശ്നമല്ലേ, ഇവർ രണ്ടാളും കൂടെ കുറച്ച് ദിവസം അച്ഛമ്മയുടെ അടുത്ത് പോയി നിൽക്കട്ടെ, അപ്പം വഴക്കും കുറയുമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ മാമ, അതായത് രവിയേട്ടനോട് അച്ഛനോട് പറഞ്ഞ് അവതരിപ്പിക്കാൻ വേണ്ടി പറയും ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അവൾക്ക് പിടികിട്ടി, അത് ശരിയാ, അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ എത്തും. ശ്രുതി വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പണത്തിന് ആവശ്യമുണ്ട്. അതായത് ഒരു ബ്യൂട്ടി പാർലർ അവൾക്ക് തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് അവൾ പണം വേണം. അതിനൊരു ചെറിയ നാടകം കളിക്കാനാണ് അവിടെ വന്നത്. അവളിങ്ങനെ ഒരു എന്താ പറയുക സാഡ് ആയിട്ട് വന്നിട്ട് പറയും, ഇപ്പം ഈ കല്യാണം വേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അവർ ഞെട്ടുമല്ലോ ഒബ്വിയസ്ലി. എങ്ങനെയെങ്കിലും നടത്താൻ ശ്രമിക്കുന്ന അവർ ഇങ്ങനെ ചോദിക്കും, എന്താ കാര്യം, സുധിയെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞോ എന്നൊക്കെ പറയും. അപ്പോൾ ഇവൾ പറയും, സുധിയെക്കുറിച്ച് ആരും മോശം പറയാനാ, എൻ്റെ കാര്യമാണ്, എൻ്റെ തെറ്റാണ്, എനിക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം വേണ്ടു
മതി എന്നാണ് ഇപ്പം എൻ്റെ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവളിങ്ങനെ പറയും, ചന്ദ്രാലയത്തിലെ ചന്ദ്രമതിയുടെ മരുമകൾ എന്താ ജോലി ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരില്ലേ? ഇപ്പം അത് കുഴപ്പമില്ല, പക്ഷേ കല്യാണത്തിന് ശേഷം അത് അമ്മക്ക് ആ വീട്ടുകാർക്കൊരു അപമാനമായിരിക്കും, അതെനിക്ക് സഹിക്കാൻ വല്ല എന്നെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാമെന്നായിരുന്നു എൻ്റെ കണക്ക് കൂട്ടലുകൾ. അങ്ങനെ സാധിക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് എന്തായാലും നടക്കില്ല. 2 കൊല്ലമെങ്കിലും വേണ്ടി വരും. ഇതിന് അഡ്വാൻസായിട്ട് എല്ലാം മൊത്തം ഒരു അഡ്വാൻസായിട്ട് ഒരു 10 ലക്ഷം മൊത്തം വേണം. ഞാൻ ബാങ്കിൽ ലോണിൽ അപേക്ഷിച്ചിരുന്നു, പക്ഷേ അതൊന്നും നടക്കില്ല. ഏതാണ്ട് ശരിയായി വന്നതായിരുന്നു, നടക്കില്ല എന്ന് ഇപ്പം ബാങ്കുകാർ വിളിച്ചു പറഞ്ഞു. പിന്നെ പ്രൈവറ്റിലാണെങ്കിൽ എന്തെങ്കിലും ഈട് കൊടുക്കാതെ അവരൊന്നും തരില്ല. അതുകൊണ്ട് പിന്നെ ഈ പൈസയൊക്കെ ഒന്ന് റെഡി ആവണമെങ്കിൽ 2 കൊല്ലമെങ്കിലും എടുക്കും. ഇങ്ങനെ ശ്രുതി പറയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കില്ല, അച്ഛൻ സഹായിക്കില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അച്ഛനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും തരും, പക്ഷേ ഞാൻ ചോദിക്കില്ല. അങ്ങനെ അച്ഛൻ്റെ പൈസ കൊണ്ട് എനിക്കൊന്നും വേണ്ട, ഞാനത് ഒരിക്കലും അച്ഛനെ ആശ്രയിക്കില്ല, എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനൊന്നും അങ്ങനെ പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ നിന്ന് കഴിയും. ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും, എൻ്റെ കാര്യത്തിന് വേണ്ടി ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, എനിക്ക് 2 കൊല്ലം സമയം തന്നാൽ മതി, പക്ഷേ അത്ര വരെ ശ്രുതിയെ കാത്തിരിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പറയും. ഡയറക്റ്റായിട്ട് അതിലേക്ക് എത്തും. അപ്പോൾ ചന്ദ്രമതി പറയും, ഇങ്ങനെ ശ്രുതി ആദ്യം പോട്ടെ, ഞാൻ എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ ഇറങ്ങി പോകാൻ പോകും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ, നിൽക്കും മോളെ, നമുക്കൊരു വഴി ഉണ്ടാക്കാം, നമ്മൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ വളരെ എന്താ പറയുക സ്നേഹത്തോടെ കൂടെ പറയും. അപ്പോൾ നമ്മൾ ശ്രുതി ഇങ്ങനെ സോപ്പിടും. അതായത് എൻ്റെ അമ്മ പോലും എന്നെ ഇത്ര സ്നേഹിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ കാര്യം. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് രാത്രി നമ്മുടെ സച്ചി വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് ലേറ്റായി, എന്താ ലേറ്റായി എന്നൊക്കെ ചോദിച്ചു. ഓട്ടോ ഉണ്ട്, അതൊക്കെ സാധാരണ. എന്നിട്ട് ഭക്ഷണം എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ രേവതി ചോദിക്കും, ചോറ് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറഞ്ഞു, ചോറ് മതി, നല്ല വിശപ്പുണ്ട്, വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണം. എന്നിട്ട് ചോറ് വിളമ്പാൻ നോക്കുമ്പോൾ അവനൊരു കോള് വരും. എന്നിട്ട് അതായത് ഒരു ഓട്ടത്തിൻ്റെ കോള്. അപ്പോൾ സച്ചി മതി വിളമ്പണ്ടെന്നുള്ള കൈ കൊണ്ട് കാണിച്ചിട്ട് വേഗം പോകാൻ നോക്കും. അപ്പോൾ അച്ഛൻ പറയും, എടാ കഴിച്ചിട്ട് പോടാ, രാത്രി വെറുതെ ആരോഗ്യം കളഞ്ഞ് വണ്ടി ഓടിക്കാനൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സച്ചി പറയും, ഓട്ടം കളയാൻ പറ്റില്ല അച്ഛാ, എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പോൾ നീ ഓട്ടം ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞേക്ക്, പെട്ടെന്നുള്ള ഓട്ടം ആണെങ്കിൽ പറഞ്ഞേക്ക്, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, മാല എടുക്കാനാണെങ്കിൽ ലോണ് കൂട്ടിയിട്ടിട്ടല്ലേ ഉള്ളത്, അതെങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം, പട്ടിണി കിടന്നാലെന്താ, മാല എടുത്തില്ല അതന്നെ സമാധാനം എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ രേവതി പറയും, അതെന്നെ കൊള്ളിച്ച് പറഞ്ഞതല്ലേ, നിന്നെ കൊള്ളിച്ചല്ലടി, എനിക്ക് കൊണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെ സച്ചി പറയും. അപ്പോൾ എന്നോട് ആ കാര്യം മാല എന്തിനാ പണം വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് നമ്മുടെ രേവതി ചോദിക്കും. അപ്പോൾ സച്ചി ദേഷ്യം പിടിച്ചിട്ട്, നിന്നോട് എല്ലാ കാര്യം പറയണമെന്നുണ്ടോ, നീ ആരാ കാര്യങ്ങളൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അടി കഴിഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകും. സച്ചി ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി കിട്ടിയ അവസരം മുതലാക്കിയിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ നടന്നാൽ മതി, ഇവരടി അവസാനിപ്പിക്കാൻ നിങ്ങൾ എന്താ മുൻകൈ എടുക്കാത്തത്, ഇവരെ കുറച്ച് ദിവസം അച്ഛമ്മേൻ്റെ അടുത്ത് കൊണ്ടാക്ക്, അതാകുമ്പോൾ അവിടെ നിന്ന് അടിയൊന്നും കഴിയില്ല, അവർ അച്ഛമ്മയുടെ ഉപദേശവും ഉണ്ടാവും, നന്നായിക്കൊള്ളുന്ന ഇങ്ങനെ പറയാണ്. അപ്പോൾ പക്ഷേ രവി അച്ഛന് കാര്യം മനസ്സിലായി, സച്ചിയെ കൊണ്ടൊരു സമാധാനം ഇല്ലല്ലേ എന്നിങ്ങനെ ചോദിക്കും അച്ഛൻ എന്ന്. പക്ഷേ എന്നാലും നിൻ്റെ ഐഡിയ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകും. ഞാൻ അവരോട് പറഞ്ഞോളാം എന്നിട്ട് അങ്ങോട്ടേക്ക് പോകും. അതവിടെ കഴിയും. പിന്നെ രാവിലെ ശ്രുതിയും അവളുടെ മീര ഫ്രണ്ടും കൂടെ ഒരു റൂം നോക്കാൻ വേണ്ടി പോകും, ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട്. അപ്പോൾ മീര ചോദിക്കും, എങ്ങനെയുണ്ട് റൂം, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവൾ പറയും, ഇഷ്ടപ്പെട്ടു. ശ്രുതി പറയും, നന്നായിട്ടുണ്ട്, എനിക്ക് പറ്റിയ സെറ്റപ്പിനൊക്കെ പറ്റിയൊരു റൂമാണ്, സാധനങ്ങളൊക്കെ ഒരു എവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നല്ല ഡിസ്കൗണ്ട് കിട്ടുമെന്നൊക്കെ പറയാണ്. അപ്പോൾ നമുക്ക് ഈ റൂം തരുമോ എന്ന് മീര ചോദിക്കും, സ്ത്രീകളായതുകൊണ്ട്. അപ്പോൾ അവർ പറയും, അയാളുടെ ഭാര്യയെ ഒന്ന് ഇതാക്കിയാൽ മതി, സോപ്പിട്ടാൽ മതി. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞ പോലെയാണ് അയാളുടെ കാര്യങ്ങളും, നമുക്ക് എന്തായാലും റൂം കിട്ടും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ ചേച്ചിയും വരും, റൂം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മുതലാളിയുടെ ഭാര്യ വരും. അപ്പോൾ ഇവർ പറയും, ഇഷ്ടപ്പെട്ടു, അപ്പോൾ നാളെ തന്നെ അഡ്വാൻസ് തന്ന് കയറിക്കുമെന്ന് പറയും. ഈ ശ്രുതിയും പറയും, നാളെ തന്നെ അഡ്വാൻസ് തരും. എന്നിട്ട് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എൻ്റെ മീര ചോദിക്കും, എങ്ങനെ അഡ്വാൻസ് കൊടുക്കുന്ന നീ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട, ഇപ്പോൾ സ്വന്തമായി സ്പോൺസറുള്ളൊരു ശ്രുതിയാണ് ഞാൻ, പഴയ ശ്രുതിയൊന്നുമല്ല, നീ കണ്ടോ, കാശ് വരുന്ന വഴി കണ്ടോ എന്ന് പറയും മീരയോട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.